അതില്ലേ എളുപ്പത്തിൽ എങ്ങനെ ലഡു ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴാണ് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. പിന്നെ കളറിനായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതുപോലെ കലക്കി അത്യാവശ്യം നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് അരിപ്പക്കയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു 2 മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ക്രിസ്പി ഒന്നും ആയിട്ട് വരാൻ നിൽക്കണ്ട. ഇതേപോലെ ഒന്ന് നല്ല സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 പീസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ള മാവാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ചൂടക്കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് പഞ്ചസാര, അതായത് ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിവിടെ തിളപ്പിക്കാനായിട്ട് വെക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞ് ഷുഗർ സിറപ്പായിട്ട് വരുന്ന ആ രീതിയിൽ, അതായത് കുറച്ച് സ്റ്റിക്കി ആവുന്ന രീതിയിൽ വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തിക്ക് വേണ്ടതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചോപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അരഞ്ഞു പോവാതെ നല്ല രീതിയിൽ തരുതരും തന്നെ ആയിട്ട് തന്നെ ബൂന്തി ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ചോപ്പറിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, നമ്മുടെ ബൂന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും വീണ്ടും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് വിരലൊന്ന് ഒട്ടുന്ന പരുവത്തിൽ ആയിട്ടുണ്ടാവണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ കോട്ട് ചെയ്ത് വറ്റി വരണം. അതായത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ആ വെള്ളമൊക്കെ വറ്റി ഇതിൽ പിടിച്ചിട്ട് വരണം. ആ ഒരു രീതിയിലേക്ക് ആയി കിട്ടണം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നേരം ഒന്നിങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും കണ്ടില്ല, ആ ഷുഗർ സിറപ്പൊക്കെ വറ്റി ഇതേ രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് ആ ബൂന്തിയിലേക്ക് എല്ലാം അതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഒത്തിരി ചൂടാറൊന്നും വേണ്ട, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇനി ലഡു ഉരുട്ടിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവാണ്. പിന്നെ മുന്തിരി ഗ്രാമ്പൊക്കെ കുത്തണമെന്നുണ്ടെങ്കിൽ കുത്താം. അതൊന്നും ഇവിടെ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ലഡുവാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.